നമ്മളിപ്പോൾ പിപ്പാച്ച് എന്ന് പറയുന്ന ഹംഗേറിയനിൽ പിപ്പാച്ച് എന്നാണ് അതിന് പറയുക. നമ്മുടെ നാട്ടിൽ ഇതിനെ പോപ്പി ഫ്ലവർ എന്നാണ് പറയുക. ഒരു പ്രത്യേക സമയത്താണ് അത് ഹംഗറിയിൽ ഉണ്ടാകുന്നത്. സമ്മറിൻ്റെ തുടക്കത്തിലാണ്, അതായത് ഒരു മെയ് പകുതി ആകുമ്പോഴേക്കും നമുക്ക് ഈ ഫ്ലവർ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലായിടത്തും വളരുന്നത് കാണാനായിട്ട് സാധിക്കും ഹംഗറിയിൽ. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒത്തിരി ഉണ്ടാവും പിപ്പാച്ച് എന്ന് പറയുന്നത്. പിന്നെ ഒരു ജൂൺ അവസാനമാകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് തീരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നൈസായിട്ടുള്ളൊരു ഇതളുകളാണ് ഈ ഫ്ലവറിനുള്ളത്. ഇതിൻ്റെ ഇതളുകൾ വളരെ നൈസാണ്. പക്ഷേ ഇതിങ്ങനെ ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ചില സ്ഥലങ്ങളിൽ ഇത് ഒരു കട്ട് ചെയ്യത്തില്ല, അതിങ്ങനെ ഇട്ടേക്കും. അതൊരു എക്കോളജിക്കൽ ബാലൻസ് കിട്ടാനെന്നാണ് അവർ പറയുക. കൊച്ചു കുട്ടികൾ ചെറുപ്പത്തിൽ ഇതിൻ്റെ മൊട്ട് എടുത്തിട്ട് കളിക്കാറുണ്ട്. ഇതുപോലെ അവരെടുത്തിട്ട് ഇങ്ങനെ പൊളിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് എന്തൊരു ഭംഗിയായിട്ട് അത് പുറത്തേക്ക് വരിക. അപ്പോൾ ഇത് കളിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊളിക്കുന്നതിന് മുമ്പ് കുട്ടികൾ ഇത് പറിച്ചൊന്ന് വെച്ചിട്ട് അവർ പറയും ഇതിൻ്റെ ഉള്ളിൽ സാധാരണ 3 തരത്തിലുള്ള പിപ്പാച്ചാണുള്ളത്. ഈ പോപ്പി ഫ്ലവറാണുള്ളത്. സാധാരണ ഏറ്റവും കൂടുതൽ റെഡാണ്, പക്ഷെ വേറെ 2 ഉണ്ട്. വെള്ളയുണ്ട്, പിന്നെ റോസ് കളറിലുണ്ട്. അപ്പോൾ ഇത് മൊട്ടായിട്ട് ഇരിക്കുമ്പോൾ അവർ ഇതുപോലെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചുവന്നതായിരിക്കും ഒരാൾ പറയും, വേറെ ആൾ പറയും വെള്ളയായിരിക്കും, വേറൊരാൾ പറയും ചിലപ്പോൾ റോസായിരിക്കും. അങ്ങനെ അവർ മുമ്പ് പറയും. അത് കഴിഞ്ഞിട്ട് ഇത് പൊളിക്കും. അപ്പോൾ പൊളിച്ച് കഴിയുമ്പോൾ റെഡാണെങ്കിൽ അത് പറഞ്ഞ ആൾ ജയിക്കും. അങ്ങനെ അവർ കളിക്കാറുണ്ട് ചെറുപ്പത്തിൽ.